വർഗീയത കലാപത്തിന് കോപ്പുകൂട്ടിയ പാർട്ടിയുടെ പേര് CPM ആണ്. മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഇന്നോവ ചർച്ച ചെയ്തു കേരളം. ആ പാർട്ടിന്റെ പേരെന്താണെന്നറിയോ? CPM. IFIന്റെ വസീഫിനോട് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിക്കാണ്. അപ്പൊ SDPന്റെ ഒരാളാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തോട് വസീഫ് പറയാണ്, അങ്ങനെയുള്ള വർഗീയവാദികളുടെ ചോദ്യത്തിന് മറുപടി ഇല്ല, ഞങ്ങൾ അവരുമായിട്ട് ഒന്നുമില്ല, ഒരു രീതിയിലുള്ള ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് SDPനെ വർഗീയവൽക്കരിച്ച് തീവ്രവാദവൽക്കരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന അത്തരം ഒരു വസീഫെ അനക്കൊക്കെ മതേതരത്വം തെളിയിക്കേണ്ടി വരും. കാരണം വസീഫ് എന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ടല്ലോ, പുള്ളിപ്പുലിൻ്റെ പുള്ളി വിജയരാഘവനെ പോലുള്ള എൻ്റെ നേതാക്കന്മാരുടെ മുമ്പിലും മതേതരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളി ഇടക്കിടക്കൊന്ന് മായ്ച്ചു നോക്കേണ്ടി വരും. ഞാനൊരു മതേതരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇജൊക്കെ നല്ലോണം പെടാപ്പാട് പെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. പിന്നെ ഇജ്ജ് പറഞ്ഞ വർഗീയത, എനിക്ക് പഴയ കഥയൊന്നും അറിയില്ല. തലശ്ശേരിയിലെ സെയ്താർ പള്ളിയിൽ ഫസലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കബറിടുണ്ട്, പെരുന്നാളിൻ്റെ തലേന്ന് വെട്ടിക്കൊന്നതാണ്. എന്നിട്ടത് RSS ആണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കലാപത്തിന് ശ്രമം നടത്തിയ പാർട്ടിൻ്റെ പേരെന്താണെന്നറിയോ? CPM. ഫസല് ചെയ്ത തെറ്റെന്താണെന്നറിയോ? CPM വിട്ടുകൊണ്ട് NDF എന്ന് പറയുന്ന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചു. എൻ്റെ ഭയങ്കര മതേതര പാർട്ടി കേരളം ഇവിടെ ചർച്ച ചെയ്ത വർഗീയത കലാപത്തിന് കോപ്പുകൂട്ടിയ പാർട്ടിയുടെ പേര് CPM ആണ്. വസീഫെ, അത് അനക്കറിയില്ല. കാരണം നീ വെറും കുട്ടിയാണ്. നീ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന കേവലം ഒരു എന്താ ദൈന്യത നടിച്ചിങ്ങനെ ഞാനാണ് എന്നൊക്കെ പറഞ്ഞു പോണ ആ കാറ്റഗറിയിലാണ്. മാത്രമല്ല TP ചന്ദ്രശേഖരൻ നിങ്ങളുടെ ചുവപ്പിൻ്റെ കട്ടി കൂട്ടാൻ വേണ്ടി, നിറം കൂട്ടാൻ വേണ്ടിയിട്ട് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ എത്ര വെട്ടിയിട്ടാ കൊന്നു. കേരളത്തിലത് ചരിത്രമാണ്. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചു. എന്നിട്ട് കലാപത്തിന് കോപ്പുകൂട്ടുകയാണ്. കേരളത്തിൽ വലിയ കലാപത്തിന് കോപ്പുകൂട്ടി മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഇന്നോവ ചർച്ച ചെയ്തു കേരളം. ആ പാർട്ടിന്റെ പേരെന്താണെന്നറിയോ? CPM. ആ പാർട്ടിയുടെ പേരാണ് വസീഫെ CPM. എൻ്റെ പാർട്ടി ചെയ്ത പണിയാണ് ഇതൊക്കെ. എന്നിട്ട് ഇജ്ജ് നെളിഞ്ഞു നിന്നുങ്ങാണ്ട് വർഗീയവാദികളുടെ ചോദ്യങ്ങൾക്ക് എന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ? എൻ്റെ പാർട്ടിക്കാർ നാദാപുരത്തും മറ്റുമൊക്കെ കാട്ടിക്കൂട്ടിയ പ്രയാസങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ ആ പിന്നാമ്പുറൊക്കെ ഒന്ന് ചകഞ്ഞു നോക്കുകയാണെങ്കിൽ അനക്ക് അന്തണ്ടെങ്കിൽ ജാന്തം വിടും. അന്തണ്ടെങ്കിൽ, അന്തല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വർഗീയവാദികളുടെ ചോദ്യങ്ങളോട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നല്ലേ. വസീഫെ, ഈ വർഗീയവാദികൾ എന്നൊക്കെയുള്ള ആ ചാപ്പയടി ഉണ്ടല്ലോ, അതൊക്കെ യേശുന്ന കാലമൊക്കെ കഴിഞ്ഞു വസീഫെ. ഇതൊക്കെ മനസ്സിലാക്കുന്ന SDPI എന്താണ് എന്നൊക്കെ SDPI പ്രവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാകുന്ന ആളുകളാണെന്ന് കേരളത്തിലുള്ളത്. ന്യൂനപക്ഷങ്ങളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ നിങ്ങൾ വർഗീയവാദികൾ എന്നൊക്കെ തീവ്രവാദികൾ എന്നൊക്കെ മുദ്ര കുത്തുന്ന ആ കാലം ഉണ്ടല്ലോ, അതൊക്കെ വിശ്വസിച്ച് കണ്ട് ഹമുക്കിന് മൂളീന കാലം അത് കഴിഞ്ഞു വസീഫെ. അങ്ങനത്തെ പൊറാട്ട് നാടകമൊന്നും ഇപ്പൊ നടക്കൂല. ഇനിയിപ്പൊ ഈ നിലമ്പൂര് പറയുകയാണെങ്കിൽ സഖാവ് കുഞ്ഞാലിയെ കൊന്ന കേസിലെ പ്രതിയായ ആര്യാടൻ മുഹമ്മദിനെ മത്സരിപ്പിച്ച ഒരു പാരമ്പര്യം ഉണ്ട് എൻ്റെ പാർട്ടിക്ക്. അറിയോ എനിക്ക്? കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് കാരണക്കാരനായി പറയുന്ന MV രാഘവനെ പുണ്യവൽക്കരിച്ചുകൊണ്ട് പിന്നീട് ഈങ്കുലാവ് പാരമ്പര്യം എൻ്റെ പാർട്ടിക്കുണ്ട് വസീഫെ. അത് അനക്കറിയില്ല. ഇജ്ജ് മറന്നാലും എൻ്റെ പാർട്ടിക്കാർ മറന്നാലും കേരള ജനതക്ക് അതൊക്കെ ഓർമ്മ ഉണ്ട്. അപ്പൊ നെളിഞ്ഞു നിന്നുങ്ങാണ്ട് ഈ വർഗീയത എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് ഭയങ്കരമായി പറഞ്ഞു വെക്കുമ്പോണ്ടല്ലോ, ഇതൊക്കെ കേൾക്കണോല് പൊട്ടന്മാരാണ് എന്നുള്ളൊരു മിഥ്യാധാരണ എനക്കുണ്ടെങ്കിൽ വസീഫെ, അത് എൻ്റെ ധാരണ മാത്രമാണ്. ഒരു പാവം മനുഷ്യനെ കോയമ്പത്തൂര് കേസിലും ബാംഗ്ലൂർ കേസിലും പിടിച്ചു കൊടുത്ത് അതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ പറയുന്ന നിന്റെ ആൾക്കാർ എന്നുള്ളത് നല്ല ബോധ്യം SDPIക്ക് നല്ലോണം ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങള് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത, അതായത് RSSുമായി ബന്ധപ്പെട്ടുള്ള ബാന്ധവം ഉറപ്പിച്ച ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണിത്. അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ അനക്ക് മറ്റോലൊക്കെ വർഗീയവാദികളായി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ തോന്നൽ ഭയങ്കര തോന്നലാണ് കേട്ടോ വസീഫെ. അനക്ക് മതേതരത്വം തെളിയിക്കേണ്ട ഗതികേട് എൻ്റെ നേതാക്കന്മാരെ മുമ്പിലാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. കാരണം
ഒളിഞ്ഞും തെളിഞ്ഞും മലപ്പുറത്തെ പിന്നെ വർഗീയവൽക്കരിച്ചും അങ്ങനെ പ്രസ്താവനകൾ നടത്തിയും സമരക്കാരെ വർഗീയവാദികളാക്കണ എൻ്റെ നേതാക്കന്മാരെ മുമ്പ് എനിക്ക് മതേതരത്വം തെളിയിക്കേണ്ട നല്ല പ്രശ്നമുണ്ട്. എന്നാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എനിക്ക് മതേതരത്വം തെളിയിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ കംപ്ലീറ്റ് ചരിത്രം മാഞ്ഞുപോയി എന്നുള്ള ആ ധാരണ എനിക്ക് വേണ്ടെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ AKG സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന മതേതരത്വത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതെന്തായാലും SDPIക്ക് ആവശ്യമില്ല, എൻ്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തി. വസീഫ എനക്ക് ഒന്നും അറിയില്ല, ഇജ് കുട്ടിയാണ്, ഇജ് മതേതരത്വമൊക്കെ തെളിയിച്ച് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ സേഫായി ഇങ്ങനെ പോകാൻ നോക്ക്. ഇപ്പുറത്തേക്ക് എന്തേലും പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യത്തെ ചാപ്പ ഓലെനക്ക് അടിച്ചാണ് തരും. അതിലൊരു മാറ്റവും എൻ്റെ കാര്യത്തിലും ഉണ്ടാവില്ല. ഇതിൻ്റെ മുൻകഴിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടായില്ല, പിന്നെ വല്ല എൻ്റെ കാര്യത്തിൽ എന്നുള്ളത് അല്പെങ്കിലും ഓർത്താൽ നന്ദി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.